ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുറേ നാളായാലും ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി ശ്രമിക്കുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാൻ പകുതി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മോൻ ഉറക്കത്ത് തോന്നരും. മോൻ ഉറങ്ങുമ്പോഴല്ല നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം വാവ വന്നതിന് ശേഷം എല്ലാം വാവേണ്ടി തീരുമാനിക്കണം. നീ തീരുമാനിക്കും അമ്മ വ്ളോഗ് എടുക്കണം, അമ്മ ബാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്നെങ്കിലും ഹോപ്പ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് ഡെലിവറി സ്റ്റോറി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ മനസ്സിൽ മുന്നേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി എക്സ്പീരിയൻസോ ഡെലിവറി സ്റ്റോറി ഷെയർ ചെയ്യുന്നു. സ്റ്റോറി ഓൾറെഡി ആ ഡെലിവറി ഡേൻ്റെ വ്ളോഗ് എൻ്റെ അനിയത്തികളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് തന്നെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം കുറച്ചൊരു ലോങ് സ്റ്റോറിയാണ്, ഞാൻ ചുരുക്കി മാക്സിമം ചെറുതാക്കിയിട്ട് പറയാൻ ശ്രമിക്കാം. അപ്പം എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. നോർമൽ ഡെലിവറി ആയാലും സെക്ഷൻ ആയാലും എന്തായാലും എല്ലാം ഒരു പെയിൻഫുൾ ജേണിയാണ് ഗൈസ്. പെയിൻ ഇല്ലാതെ നമുക്ക് നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. അപ്പം വാവേനെ കിട്ടണമെങ്കിൽ നമ്മളെന്തായാലും ഒരുപാട് പെയിൻ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ, അമ്മ പോരാളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മുന്നേ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പം ഞാനൊരു അമ്മയായതിന് ശേഷം അയ്യോ, അമ്മേനെ പോരാളി എന്ന് മാത്രമല്ല ഗൈസ്, ഷീസ് എ റിയൽ, എന്താ പറയണ്ടേ, നമ്മളെ ഇത്രയും പെയിൻ സഹിച്ച് നമ്മളെ പുറത്തേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡെലിവറിനെ കാട്ടിയും കൂടുതൽ ഇതെന്ന് പറയുന്നത് മദർഹുഡ് എന്ന് പറഞ്ഞ ഈ ജേണിയാണ്. കാരണം കുഞ്ഞുങ്ങളെ റേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാനിപ്പോൾ അതിലൂടെ കാണുന്നു. നമ്മൾ ഉറക്കം പോലും, പണ്ടൊന്നും ഞാൻ പരീക്ഷയ്ക്ക് പോലും ഉറക്കം കഴിഞ്ഞ് പഠിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഞാനിപ്പം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു അവനെ. അപ്പം പ്രയോറിറ്റീസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. അപ്പോൾ എന്താ പറയണ്ടേ, ശരിക്കും ഒരു പെട്ടെന്നുള്ളൊരു ട്രാൻസിഷനാണല്ലേ. നമുക്ക് എപ്പോഴും പെൺകുട്ടികൾക്ക് എല്ലാം ഒരു പെട്ടെന്നുള്ള ട്രാൻസിഷനാണ്. നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ കല്യാണം കഴിച്ച് നമ്മളൊരു വൈഫ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ, അത് കഴിഞ്ഞൊരു മദർ നിലയിലേക്കുള്ള ട്രാൻസിഷൻ. വൈഫ് നിലയിലേക്കുള്ള ട്രാൻസിഷൻ എനിക്ക് അങ്ങനെ അത്ര വലിയൊരു ട്രാൻസിഷനായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ മുന്നേ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ആഫ്റ്റർ മാരേജ്. പക്ഷേ അമ്മയായതിനു ശേഷമുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹ്യൂജ് ട്രാൻസിഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി കൺസെപ്ഷന് ശേഷമുള്ള ജേണി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതൊരു വലിയ കഥയാണ് കേസ്. അപ്പോൾ അത് ഞാൻ ഇടാം. ഇപ്പം ഞാൻ ഡെലിവറി ഡേൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആക്ച്വലി എനിക്ക് ഡെലിവറി പെയിൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. ഞാനിങ്ങനെ യൂട്യൂബെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പെയിൻ വന്ന് പോയി അങ്ങനെയുള്ളതായിരിക്കും എന്ന് ഞാൻ കുറേ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി പെയിൻ വരുന്നത് 8 ജൂലൈ രാത്രിയാണ്. രാത്രി ഒരു 9 മണിക്ക് ശേഷം എനിക്കിങ്ങനെ പെയിൻ വരുന്നു പോകുന്നു. അപ്പോൾ അന്നേരമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഡെലിവറി പെയിനാണ്. കാരണം അത് അത്ര ഇൻറ്റൻസ് ആയിരുന്നില്ല. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു പെയിനായിരുന്നേ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാളിലൂട്ട് ഇങ്ങനെ നടന്ന് സമയം കഴിച്ചു. ആക്ച്വലി എൻ്റെ സ്റ്റാൻഡ് എൻ്റെ അനിയത്തി കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ്. കൈയിടക്കിടക്ക് ഇങ്ങനെ കടയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ റൂമിലോട്ടൊക്കെ നടന്നിട്ട് അന്ന് രാത്രി ഞാൻ പുലർത്തി. സത്യം പറഞ്ഞാൽ കിടക്കാൻ പറ്റുന്നില്ല, എന്നിടക്ക് വേദന വരുന്നു പോകുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ 9 ജൂലൈ ആയപ്പോൾ രാവിലെ ആയപ്പോൾ എനിക്ക് ഒരു സീനുമില്ല, ഞാൻ കൂളായിരുന്നു. പക്ഷെ ഒരു 12 മണിയൊക്കെ ആയപ്പം അതേ രാത്രിയിലുണ്ടായ പോലെ അതേ പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10-ാം തീയതി ഹോസ്പിറ്റലിൽ ചെല്ലാൻ. കാരണം 10-ാം തീയതി പോയി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് പറയാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 9-ാം തീയതി ഇങ്ങനെ ചെറുതായിട്ട് ഉച്ചക്ക് എനിക്കൊരു പെയിൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഏതായാലും നാളെ പോകാൻ പറഞ്ഞതില്ല, പിന്നെ പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇങ്ങനെ പോകണം ഹോസ്പിറ്റലിൽ, നമുക്ക് പോയി നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ എൻ്റെ കസിൻ രാഹുൽ വന്നു, എൻ്റെ അനിയത്തി വന്നു, അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ കാറിൽ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിൻ വന്നത്. ഒറ്റൊരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് പ്രസവ വേദന, ഇപ്പം ഞാൻ പ്രസവിക്കുമോ എന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചതല്ലേ, അപ്പം അത് ഇനി വേറൊരു പ്രാവശ്യം എടുക്കേണ്ട
ഇതാക്കേണ്ട, കാറിലല്ലേ പോകുന്നത്, കാറിലെടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അതും ഓൾറെഡി എടുത്തിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. എന്നെ 2 ഡോക്ടേഴ്സ്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വേറെയും ഡെലിവറി ടൈമിൽ എന്നെ നോക്കിയ ഡോക്ടർ വേറെയായിരുന്നു. ലൈക്ക് അങ്ങനെ ആയിരുന്നു വേണ്ടത്, പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ, ഞാൻ 6ാം മാസം മുതലാണ് ഇവിടെ കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ലേബർ റൂമിലേക്ക് പോകാൻ, അവിടെ നിന്ന് നമുക്ക് എന്താണെന്നുള്ളത് PV ചെയ്തിട്ട് നോക്കാമെന്നുള്ളത്. അപ്പോൾ PV ചെയ്യുന്നത് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടറല്ല, മറ്റേ ഡോക്ടറാണ്. PV എന്ന് പറയുന്നത് ആദ്യം എനിക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമായിരുന്നു. കുറേ പേരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര പെയിൻഫുള്ളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവരുടെ ആണെങ്കിൽ തീരെ പെയിൻ ഇല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വജൈനൽ എക്സാമിനേഷൻ ഡെലിവറി പെയിനേക്കാളും ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനാണ് ഉണ്ടായത്. എൻ്റെ പൊന്നോ, അതുമാത്രം ആലോചിക്കാൻ പറ്റൂല, അത്രയ്ക്ക് പെയിനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം PV ചെയ്തപ്പം ഡോക്ടറിൻ്റെ അടുത്ത് റിലാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എങ്ങനെ റിലാക്സ് ചെയ്യേണ്ടത്? ഞാൻ റിലാക്സ് ചെയ്തിട്ട് തന്നെയുള്ളതെന്ന്. പക്ഷേ മസിൽസൊക്കെ ഭയങ്കര ടൈറ്റാണെന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് PVയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ PV ചെയ്തപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു 3 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുണ്ട്. സോ പെയിൻ തന്നെയാണ് ആ വന്നത്. ലേബർ പെയിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം ഒരു 0.1% വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് മുന്നേ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വയറിളക്കും. കാരണം നമ്മൾ ബേബീനെ പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്റ്റൂള് പാസ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയറാദ്യമേ ഇളക്കും. അപ്പോൾ വയറിളക്കിയതിന് ശേഷം ചിലപ്പോൾ പെയിൻ വരാം, പെയിൻ കൂടുന്ന സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പെയിനൊന്നും വന്നിട്ടില്ല കേട്ടോ. അന്നത്തെ ദിവസം എനിക്ക് പെയിനേ വന്നിട്ടില്ല. ഡോക്ടർ അടക്കമെന്ന് ചോദിച്ചു പെയിനെല്ലാം പോയി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശേഷം എനിക്ക് അങ്ങനെ പെയിനൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8ാം തീയതി രാത്രി ആയപ്പം അതുവരെ ഒരു പെയിനും ഇല്ല കേട്ടോ. നമ്മൾ റൂം എടുത്ത് ഷിഫ്റ്റായി, പെയിനൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, 9ാം തീയതി രാവിലെ 7 മണിക്ക് പ്രസവ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു ഇനി നാളെയാണോ ഡെലിവറി സംഭവിക്കുക, പെയിൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ആ ദിവസം അങ്ങനെ ആ രാത്രി അങ്ങ് കഴിച്ചു വിട്ടു. അങ്ങനെ രാവിലെ 7 മണിക്ക് ഞാൻ എണീച്ചു. പിന്നെ പ്രസവ റൂമിലേക്ക് പോയി. ഇതേ പ്രൊസീജിയറായിരുന്നു, സെയിം എന്നെ പ്രിപ്പയർ ചെയ്തു അവർ. അത് കഴിഞ്ഞിട്ട് ഞാൻ വയറിളക്കി കഴിഞ്ഞിട്ട് ഇവരെന്നെ അവിടെ കിടത്തിയിട്ട് പെയിൻ വരാനുള്ളൊരു ഡ്രിപ്പ് ഇട്ടു. കാരണം രാവിലെ എണീച്ചിട്ട് എനിക്ക് വലിയ പെയിൻ ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഡയലേഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ. സോ അവർ ഡ്രിപ്പ് ഇട്ടതിന് ശേഷമാണ് പെയിൻ ഇങ്ങനെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് പെയിൻ അല്ല കേട്ടോ. പെയിൻ വന്നു, ഒരു ഇൻ്റർവൽ ഓഫ് ടൈം കഴിഞ്ഞ് വീണ്ടും അതേ പെയിൻ വന്നു. ആ വരുന്ന ആ പെയിനിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഇങ്ങനെ കൂടി വരുന്ന ഒരു സംഭവമായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഡോക്ടേഴ്സ് വന്ന് PV ചെയ്യും കേട്ടോ. അത് എത്ര സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ നമ്മുടെ പേളിമാണിയുടെ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന്. അങ്ങനെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ആ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റേജസിലൊക്കെ ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ എനിക്ക് ഈ എക്സസൈസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പെയിൻ നല്ലോണം കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ചെയ്യേണ്ട എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. കാരണം ആ ഒരു പെയിനിൽ ചിലപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുക പോലുമില്ല. എന്നാലും ആ ഒരു എക്സസൈസ് തന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനിടെ PV എനിക്കൊരു പേടി സ്വപ്നമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് എനിക്ക് PV എന്നുള്ള സംഭവം. ഡോക്ടർ വരുമ്പോഴേ എനിക്ക് പേടിയാണ്. പിന്നെ എൻ്റെ കൺസൾട്ട് ചെയ്ത ഡോക്ടറും വന്നിട്ട് PV ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പെയിൻ ഇങ്ങനെ സഹിച്ച് ഞാനിങ്ങനെ കിടക്കുന്നു. അപ്പോൾ അമ്മയും അനിയത്തിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് എന്നെ ഒന്നിങ്ങനെ തടവിത്തരാനൊക്കെ ഉള്ളൊരു അവസരം ലഭിച്ചിരുന്നു ഗൈസ്. എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കര, ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിനിൻ്റെ സമയത്ത്. ഭയങ്കര ട്രോമയായിപ്പോയി എൻ്റെ അനിയത്തിക്ക് എന്നെ കണ്ടിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PV ചെയ്ത് ഏകദേശം 6 സെൻറ്റിമീറ്റർ അങ്ങനെ ഡയലേഷനാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ബേബി കിടന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് സാധാരണ ചിലവർക്ക് ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ആവും, അല്ലെങ്കിൽ ഡെലിവറി സമയത്തായിരിക്കും ബ്രേക്ക് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ട്രിപ്പിട്ട് പെയിൻ വരുത്തിച്ചവർക്കൊക്കെ അത് ഡോക്ടേഴ്സ് പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പം എത്രയോ സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയ സമയത്ത് ഡോക്ടർ വന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഇത് എടുത്ത് പൊട്ടിച്ച്, അപ്പം ഇങ്ങനെ നമ്മളൊരു യൂറിൻ പോയ പോലെ ഒരു ബ്ലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വെള്ളം പോകും ഗൈസ്. അപ്പോൾ അതും കൂടെ പോയി കഴിയുമ്പോഴുള്ള പെയിനാണ് എൻ്റെ പൊന്നോ. സത്യം പറഞ്ഞാൽ ഈ ഡെലിവറി പെയിന് എന്തിനോട് ഞാൻ ഉപമിക്കും എനിക്കറിയില്ല. സ്റ്റാർട്ടിങ്ങിലെ പെയിനൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പീരിയഡ്സ് പെയിൻ അനുഭവിക്കുന്നവർക്കറിയാം. എനിക്ക് പീരിയഡ്സിൻ്റെ പെയിനും ഇല്ല കേട്ടോ.
പീരീഡ്സ് പെയിൻ അനുഭവിക്കുന്നവർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് മാത്രമേ ആ പെയിൻ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പീരീഡ്സിൻ്റെ പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വെള്ളം പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനിയത്തിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര വിഷമമായി എന്നോട് പറഞ്ഞത് കരയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഓളിനി പ്രസവിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദന സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടുത്തെ നേഴ്സുമാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇന്ന ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു. സംസാരിച്ച് നല്ല നമ്മളോട് ഒന്നുമില്ല പേടിക്കേണ്ട, ഇതൊക്കെ സിമ്പിളല്ലേ, അങ്ങനെയുള്ള രീതിയിൽ നല്ലതായി പറയുന്ന നേഴ്സുമാരായിരുന്നു. അപ്പം അതൊക്കെ ഒരു സമാധാനം ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണമായി. എനിക്ക് പെയിൻ സഹിച്ച് പിന്നെ എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനുള്ളൊരു ത്രാണി പോലും ഇല്ല ഗൈസ്. അയ്യോ, അതിൻ്റെ ഇടയിൽ ഞാൻ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞ് നിലവിളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല, എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ വെള്ളമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഇങ്ങനെ കിടന്ന സമയത്ത് എന്നോട് സിസ്റ്ററോട് ഇനി ഇങ്ങനെ ക്ഷീണമായിട്ട് കിടന്നാൽ പറ്റില്ല, പുഷ് ചെയ്യണം, എന്നാലേ ബേബി പുറത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് 8 സെൻറ്റിമീറ്ററോളം ഡയലേറ്റ് ആയിട്ടുണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പുഷ് ചെയ്യാൻ തുടങ്ങി, അവിടെ നിന്ന് തന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പുഷ് ചെയ്ത സമയത്ത് ബേബീൻ്റെ ഹെഡ് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആ റൂമിൽ നിന്ന് നെക്സ്റ്റ് റൂമിലോട്ട് മാറ്റി. അവിടെ നിന്നാണ് ഡെലിവറി എടുക്കുന്നത് ഡോക്ടർ വന്നിട്ട്. നല്ല പെയിൻ വരുന്നവരെ ബേബി പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ മാത്രമേ ഈ റൂമിൽ കിടത്തുള്ളൂ. അപ്പം അപ്പുറം പോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറല്ല, മറ്റേ ഡോക്ടർ ഡെലിവറി കൂടുതൽ എടുക്കുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് ഒരു ഉച്ച സമയം 7 മണിക്ക് അഡ്മിറ്റ്, പിന്നെ 3:08 കേട്ടോ ഇവനെ പ്രസവിക്കുന്നത്. അപ്പം ആ സമയത്ത് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിനെ കിട്ടുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പീക്ക് ലെവൽ ഓഫ് പെയിനിൽ ഞാൻ എത്തി. കോൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് സെക്കൻഡ്സ് ഇടവിട്ടിട്ടാണ് കോൺട്രാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു പെയിൻ വരുമ്പോൾ എല്ലാം പുഷ് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുഷ് ചെയ്യാൻ ശരിക്കും ഒരു ഗ്യാപ്പ് പോലും ഇല്ല, അത്രയും ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ടൈം ഇൻ്റർവെല്ലിൽ വളരെ കുറവിൽ പെയിൻ വന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ സെൽഫായിട്ട്, അപ്പം എന്നോട് ഡോക്ടറിനു മസിൽസ് ഒന്നും അത്ര റിലാക്സ്ഡ് അല്ല, അപ്പോൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരുന്ന എന്നോട് പറഞ്ഞത്. കാരണം ഓൾറെഡി ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു ഇല പോലും മറിച്ച് വെച്ചിട്ടില്ല, കാരണം ഒരു എക്സസൈസ് പോലും ഞാൻ ചെയ്തില്ല. കാരണം എന്നോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ പ്ലാസൻ്റ കുറച്ച് ലോ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ഒന്നും ചെയ്യണ്ട, റെസ്റ്റും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ അധികം എക്സസൈസ് ആയിട്ടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എക്സസൈസ് ചെയ്താൽ മാത്രമേ നോർമൽ ഡെലിവറി ആവൂ എന്നുള്ള ഒരു മിത്തും അങ്ങനെയും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ എനിക്ക് നോർമൽ ഡെലിവറി, പക്ഷെ കുറച്ച് എഫേർട്ട് അധികം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു 10-15 പ്രാവശ്യം സകല ശക്തി എടുത്ത് പുഷ് ചെയ്തു ഗൈസ്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ കണ്ടാൽ മതി എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. നമ്മൾ ആ പുഷ് ചെയ്യുമ്പോഴുള്ള പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെ ഇതിലൊക്കെ പറഞ്ഞ എല്ല് പൊട്ടുന്ന പോലത്തെ വേദന. ആ ഒരു മൊമെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവേനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പുഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഞാൻ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടേഴ്സും നേഴ്സിനും നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ പുഷ് ചെയ്താൽ മതി, ഇപ്പോൾ വരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പം തന്നെ ഒരു പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവൻ പുറത്ത് വന്ന് കണ്ടാൽ മതി ഇതായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ആൺകുട്ടിയാണ്. വയറ്റിൽ നിന്ന് എന്തോ ഒരു ഒഴിഞ്ഞു പോയ പോലെ പെട്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വയറ് തൊട്ട് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ബേബി പുറത്തേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൺകുട്ടിയാണെന്ന്. അപ്പോൾ അങ്ങനെ ബേബിനെ വേഗം നഴ്സ് കൊണ്ടുപോയിട്ട് തുടച്ച് പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് അത്ര വരെ ഞാൻ കരഞ്ഞിട്ടും ഒച്ചപ്പാടൊന്നും ആക്കിയിട്ടില്ല ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഒന്നും. കാരണം ഒച്ച എടുത്ത് കഴിഞ്ഞാൽ പുഷ് ചെയ്യാൻ നമുക്ക് ശക്തി കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതുവരെ ഞാൻ ഒന്നും കരഞ്ഞിട്ടില്ല. പക്ഷെ മോനെ കണ്ട ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു എന്താ പ്രൈസ്ലെസ് മൊമെൻ്റ് എന്ന് പറയും ജീവിതത്തിൽ. അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവനെ പുറത്തു കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഏറ്റവും വേദനയായിട്ട് എനിക്ക് തോന്നിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസൻ്റെ പുറത്തെടുക്കുന്ന ഒരു സംഭവമുണ്ട്. ലൈക്ക് നമ്മുടെ വയറിങ്ങനെ അമുക്കിയാണ് അവർ പുറത്തെടുക്കുന്നത്. ആ ഒരു ടൈം ഞാൻ അലറി വിളിച്ചിട്ടുണ്ടായിരുന്നു. കരച്ചിലല്ല, നമ്മളിങ്ങനെ അയ്യോ അമ്മ അങ്ങനെ അലറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു താഴെ, ചെറിയ കട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്. കാരണം മോനെ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ കയ്യിൽ കാണിച്ചിട്ട് പോയൊരു മൊമെൻറ്റിന് ശേഷമല്ലേ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് അതാണ് പെയിൻഫുള്ളായിട്ട് തോന്നി. പിന്നെ അവനെ കണ്ടു, അങ്ങനെ അപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെയാണ് ഗൈസിൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്. നമ്മൾ പുഷ് ചെയ്യുമ്പം എല്ല് പൊട്ടുന്ന വേദന, അത് അങ്ങനെയൊക്കെ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എല്ലാം സമ്മതിക്കണം. സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും, ഇനി സി സെക്ഷൻ അല്ല നോർമൽ ഡെലിവറിൻ്റെ പെയിൻ സൈഡ് സി സെക്ഷൻ ചെയ്യുന്നവരായാലും, ലൈക്ക് ഐ ഫീൽ പ്രൗഡ് ഓഫ് വുമൻ. എല്ലാവരും എന്ത് പവർഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പണ്ടൊക്കെ സൂചി വെക്കുമ്പോൾ തലറങ്ങി വീഴുന്ന ഞാനാണ്. ഇപ്പോൾ സൂചിയൊക്കെ കണ്ട് ഞാൻ വന്ന് നോക്കത്തിക്കൊള്ളൂ. അങ്ങനെയാണ് ഞാനിപ്പോൾ പ്രസവിച്ചതിന് ശേഷമുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഭയങ്കര ഡെലിവറിക്ക് ശേഷം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയ പോലെ തോന്നുന്നുണ്ട്. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കര മെൻ്റലി ചിലപ്പോൾ കുറച്ച് ഇമോഷൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം ബേബി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇമോഷൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ്, എന്തിനെ നേരിടാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ദാറ്റ് ഈസ് മൈ ഡെലിവറി സ്റ്റോറി. പിന്നെ വാവേനെ ഏട്ടൻ വെർച്വലിയാണ് മീറ്റ് ചെയ്തത്. പിന്നെ ഏട്ടൻ വീഡിയോ കോളിലാണ് കണ്ടത്. ഏട്ടന് ഭയങ്കര ഇമോഷനായിരുന്നു മോനെ കണ്ട സമയത്ത്. ആ വീഡിയോനകത്ത് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ കാണായിരുന്നു. അപ്പോൾ അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ ഒരു വാവേനെ കൈമിൽ കിട്ടുന്ന ആ ഒരു ദിവസം ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത നിമിഷമായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം റീസെൻ്റായിട്ട് ന്യൂ മോംസ് ആവാൻ പോകുന്ന ആൾക്കാരടുത്ത് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആൻഡ് ഇപ്പം പ്രസവിച്ച് കഴിഞ്ഞ ആൾക്കാരോടാണെങ്കിലും നമുക്കറിയാം, ഈ ഒരു ന്യൂ മോം എന്നുള്ള സ്റ്റേജിൽ നമ്മളും പഠിക്കുകയാണ്, അവർ നമ്മളെ ബേബീസ് നമ്മളെ പഠിക്കുകയാണ്, നമ്മൾ ബേബീസിനെ പഠിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ബേബി ആകുമ്പോൾ നമ്മൾ രണ്ടാളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇതും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ ആദ്യമേ എന്താ പറയണ്ടേ, എൻ്റെ മൈൻഡ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലോട്ട് കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി. നിങ്ങൾ അറിയാം, ഐ നോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പക്ഷേ എല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ വിജയത്തിലേക്ക് കുതിക്കും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാം. പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ചെയ്യാൻ പറ്റുമെന്ന് എനിക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ദിസ് ഈസ് മീ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം മൈ സിസ്റ്റർ. ബൈ.